ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശം ജോർദാൻ പ്രസിഡന്റ് അബ്ദുള്ള രാജാവ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പലസ്തീൻകാരെ സ്വീകരിക്കുമെന്ന് ശരിയാണോ? അതെ, കാരണം ചൊവ്വാഴ്ച ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനും മകനും കൂടെ വാഷിങ്ടണിലെത്തി, വൈറ്റ് ഹൗസിലെത്തി ട്രംപിനെ കണ്ടിരുന്നു. ട്രംപുമായിട്ടുള്ള മീറ്റിംഗ് ചേരുന്നതിന് മുമ്പ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന വന്നു. അതായത് ഇവർ തമ്മിലുള്ള മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ്, അതായത് ഞങ്ങൾ ഈജിപ്തിനും ജോർദാനും വലിയ തോതിലുള്ള സാമ്പത്തികവും സൈനികവുമായ സഹായം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം ഇവർ അംഗീകരിക്കണം, സമ്മതിക്കണം. സമ്മതിക്കുന്നില്ലെങ്കിൽ എല്ലാ സഹായവും നിർത്തും. ആലോചിച്ച് നോക്കൂ, രണ്ടും കൂടി ജോർദാൻ രാജാവ് അബ്ദുള്ള രാജാവുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നു, ചർച്ച നടക്കാൻ പോകുന്നു. അയാൾ വാഷിങ്ടണിലുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ അവിടെ അയാൾ ഉള്ളപ്പോൾ തന്നെ, അബ്ദുള്ള രാജാവ് ഉള്ളപ്പോൾ തന്നെ പത്രസമ്മേളനം നടത്തുന്നു ട്രംപ്. ഞങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ സാമ്പത്തികം, സൈനികം ഈ രണ്ട് മേഖലയിലുള്ള സഹായം ഇനി ഉണ്ടാവില്ല എന്ന് പറയുന്നു. ആരോട് പറയുന്നതാണ്? അബ്ദുള്ള രാജാവിനോട് പറയുന്നതാണല്ലോ. അപ്പോൾ അബ്ദുള്ള രാജാവും മകനെ കൊണ്ടുപോകുന്ന അടുത്ത അനന്തരാവകാശി, മകനെ ട്രംപും ലോക നേതാക്കളുമായി പരിചയപ്പെടുത്തുക എന്ന തരത്തിലൊക്കെയാണ്. രാജഭരണമാണല്ലോ. അപ്പോൾ അതിനു മുമ്പ്, പുറപ്പെടും മുമ്പ് ജോർദാൻ രാജാവിനോട് ചോദിച്ചിരുന്നു. അതായത് ട്രംപ് പറയുന്നുണ്ടല്ലോ, ഈ പലസ്തീനികളെ മുഴുവൻ ഗസയിൽ നിന്ന് അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റണമെന്ന് പറയുന്നല്ലോ. എന്താണ് നിങ്ങളുടെ പദ്ധതി? എന്താണ് അത്? ചർച്ചയ്ക്ക് വരും, എന്തു പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ ജോർദാൻ രാജാവ് അബ്ദുള്ള രാജാവ് പറഞ്ഞത്, അറബ് രാജ്യങ്ങൾക്കൊരു ബദൽ പദ്ധതിയുണ്ട്, എല്ലാവർക്കും ഗുണകരമാവുന്ന തരത്തിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. ബദൽ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ബദൽ? ഇവിടെ നിന്ന് ഗസയിൽ നിന്ന് ഒഴിപ്പിക്കുക എന്നതല്ല, അതൊഴിപ്പിക്കണം, എന്നിട്ട് എങ്ങോട്ട് മാറ്റണം എന്നതാണ്. ട്രംപ് കടുംപിടുത്തമാണ്, ഇവിടുന്ന് മാറ്റിയേ പറ്റൂ. അപ്പോൾ അതിന് ബദൽ വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ബദൽ വെക്കാവുന്ന എവിടെ കൊണ്ട് താമസിപ്പിക്കണം എന്നതിനെക്കുറിച്ച് അറബ് രാജ്യങ്ങൾക്ക് ഒരു ബദൽ പദ്ധതിയുണ്ട്. അപ്പോൾ അറബ് രാജ്യങ്ങൾ തമ്മിലൊരു ആലോചനയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഗുണമുണ്ടാവും എന്ന് പറഞ്ഞാൽ ട്രംപിനും ഗുണമുണ്ടാവും. ട്രംപിന് ഗുണമുണ്ടാവുന്ന എങ്ങനെയാണ്? ഗാസ ഒഴിഞ്ഞു കിട്ടണം, അവിടെ വലിയ തോതിൽ റിയൽ എസ്റ്റേറ്റ് വ്യവസായം നടത്താം, എന്നാലേ ട്രംപിന് ഗുണമുണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഗുണമുണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ മാരണങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരരുത്. ഇതാണ്. ഇപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും ഗുണമുണ്ടാവണം. അപ്പോൾ ഇവരെ റീലൊക്കേറ്റ് ചെയ്യണം എന്നത് തത്വത്തിൽ അംഗീകരിച്ചു എന്നുള്ള സൂചന നൽകിയിട്ടാണ് അബ്ദുള്ള രാജാവ് ജോർദാനിൽ നിന്ന് അമേരിക്കയ്ക്ക് വിമാനം കയറിയത്. അപ്പോൾ അതിനു മുമ്പ് മാധ്യമപ്രവർത്തകർ അതോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ജോർദാനിൽ ഭയങ്കര ആഭ്യന്തര കുഴപ്പമാണ്. ഇപ്പം തന്നെ 10 ലക്ഷത്തോളം ആളുകളെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്. അവരും തദ്ദേശവാസികളും തമ്മിൽ പ്രശ്നങ്ങളാണ്. അതായത് വന്നു കയറിയവരും നിന്ന് ജീവിക്കുന്നവരും നിന്ന് പിഴയ്ക്കുന്നവരുമായ ആളുകളും തമ്മിൽ പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്ത് നിന്ന് നിവർത്തിയില്ലാതെ ഒഴിഞ്ഞു മാറി അവർക്ക് അഭയം കൊടുത്തു ജോർദാൻ. അവിടെ വന്നവരെന്ത് ചെയ്തു? ജോർദാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ആഭ്യന്തര കുഴപ്പമാണ്. അതാണ് ഞങ്ങളുടെ തടസ്സം. അല്ലെങ്കിൽ ഞങ്ങൾ 20 ലക്ഷം പേരെയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ വന്നാൽ പിന്നെ തിരിച്ചു പോയില്ല, തിരിച്ചു കൊണ്ടുപോകത്തില്ല, പെർമനൻ്റ് എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അങ്ങനെ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയോ? ഗാസയിൽ നിർമ്മാണ പ്രവർത്തനമൊക്കെ പൂർത്തിയാവട്ടെ, 10-15 വർഷം എടുക്കും എന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ ഉപയോഗിക്കുന്ന പെർമനൻ്റ് റീലൊക്കേഷൻ എന്നാണ്. അതായത് ഇനി ഇവന്മാർ ഒരു കാരണവശാലും പലസ്തീനികൾ എന്ന് പറയുന്നവർ ഗാസയിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി നാളെ അത് വെസ്റ്റ് ബാങ്ക് കൂടെ പറയുമെന്ന് സംശയമുണ്ട്. കാരണം ഇസ്രായേൽ കയറി വെസ്റ്റ് ബാങ്കിൽ മേഞ്ഞോണ്ടിരിക്കുക. അപ്പോൾ ഗാസയും വെസ്റ്റ് ബാങ്കും ആയിരിക്കാം നാളെ ട്രംപിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഏതായാലും അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ലോകത്ത് നമ്മൾ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്നൊക്കെ പറയുമല്ലോ. കാരണം ഇസ്ലാമിക രാജ്യം, ലോകത്ത് എവിടെ ഒരു മുസ്ലിമിന് നൊന്താലും ഇവിടെ ലോകത്തിൻ്റെ മറ്റു ഭാഗത്തുള്ള മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഗാസയുടെ പേരിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വലിയ വേദന ഒച്ചി കണ്ണീരൊഴുക്കുന്ന രോക്ഷാകുലമായ പ്രകടനമൊക്കെ നടന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ജോർദാൻ പറയുന്നു, ഞങ്ങൾ അവരെ അഭയം കൊടുത്തു, അവരും ഞങ്ങളുടെ നാട്ടുകാരാരാ? അവരും മുസ്ലിംസാണ്. അപ്പോൾ വന്നു കയറിയവർ അവിടെ നിന്നു പിഴയ്ക്കുന്നവരുമായി പ്രശ്നമാണ്. അപ്പോൾ എന്താ ഇതിനകത്ത് പ്രശ്നം? ഇസ്രായേലാണോ പ്രശ്നം? മുസ്ലിങ്ങൾക്കിടയിലുള്ള അന്തഛിദ്രമാണോ പ്രശ്നം? അതാണ് പ്രശ്നം. ലോകത്തെല്ലായിടത്തും പ്രശ്നം ഇവിടെയാണ്. കാരണം ഇവർ പരസ്പരമാണ് എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ ലോകത്തിപ്പോൾ യുദ്ധം നടക്കുന്ന റഷ്യ-ഉക്രൈൻ യുദ്ധം മാറ്റിവെക്കുക, ബാക്കി എല്ലായിടത്തും പ്രശ്നം ഇവിടെയാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനും ഇറാഖും അല്ലേ, ബംഗ്ലാദേശ് പരസ്പരം പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ മതത്തിൽപ്പെട്ട ആളുകൾ തമ്മിലാണ്. ഇതൊരു റിയാലിറ്റിയാണ്. അതാണ് ജോർദാൻ രാജാവ് പറഞ്ഞത്, ഞങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ട്, ഇവിടെ വന്ന് ഞങ്ങൾ കുറേ പേരെ കൊണ്ട് താമസിപ്പിച്ചു, അവരിപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരെ ഓടിച്ചിട്ടടിക്കുകയാണ്. ആ അടികൊള്ളുന്ന നാട്ടുകാരാരാ?
മുസ്ലിങ്ങളാണ്, അടിക്കുന്നതോ വന്നു കയറിയ മുസ്ലിങ്ങളാണ്. അപ്പോൾ അഭയാർത്ഥികളായിട്ട് വന്നു ചേരുന്ന മുസ്ലിമുകൾ എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ രാജ്യത്തെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്നു എന്നാണ് ജോർദാൻ രാജാവ് പറഞ്ഞത്. ഇതല്ലേ നമ്മൾ കാണുന്നത്, ബ്രിട്ടനിൽ കാണുന്നത്, അഭയാർത്ഥികളായി വന്നു ചേർന്നവർ അവരുടെ പ്രശ്നം ബ്രിട്ടൻ്റെ ഭരണകൂടത്തെയും സാമൂഹ്യ വ്യവസ്ഥയും അട്ടിമറിക്കുന്നു. ഇതാണ് ജോർദാൻ രാജാവ് മുന്നോട്ട് വെക്കുന്ന പ്രശ്നം. അപ്പോൾ ഈജിപ്ത് പറയുന്നത് എന്തറിയോ? ഈജിപ്ത് പറയുന്നത് ഞങ്ങൾക്കും സുരക്ഷാ ഭീഷണിയുണ്ട്. ഈജിപ്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, അത് ഞങ്ങൾക്ക് പ്രശ്നം വേറൊന്നുമല്ല, സുരക്ഷാ ഭീഷണി, ഞങ്ങൾ ഇവിടെ കൊണ്ട് ഇവരെല്ലാം കൊണ്ട് അവിടെ താമസിപ്പിക്കും. ഇവന്മാർ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? ഇസ്രയേലിലേക്ക് റോക്കറ്റ് വിടും, ഇസ്രയേൽ കയറി ഞങ്ങൾക്ക് അടിക്കും. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപ്പം ഈ രണ്ട് കൂട്ടരും സുരക്ഷാ ഭീഷണിയാണ് ഇപ്പോൾ പറയുന്നത്. ഇതിന് സുരക്ഷാ ഭീഷണി എന്ന് പറയുന്ന ഈ അവർ നേരിടുന്ന ക്രൈസിസിന് ഒരു സമാധാനം, ഒരു പരിഹാരം അമേരിക്കയ്ക്ക് നിർദ്ദേശിക്കാൻ കഴിയുമെങ്കിൽ അവർ റെഡിയാണെന്ന് ഈ വരികൾക്കിടയിലൂടെ വായിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രംപ് പറയുന്നത് ഇനി ഹമാസ് ഉണ്ടാവില്ല ഭൂമിയിൽ. ഹമാസിനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലസ്തീനികളെ സ്വീകരിക്കുന്ന പ്രശ്നമുണ്ടോ? പലസ്തീനികളിലെ മുഴുവൻ പേരും ഹമാസ് ഒന്നുമല്ല. ഇപ്പോൾ മീഡിയ വൺ പറയുന്നത് എല്ലാ പലസ്തീനിയും ജനിക്കുന്നത് കയ്യിൽ തോക്കുമായിട്ടാണ്. അവരെല്ലാവരും ഹമാസ് എന്ന് പറഞ്ഞാൽ ജനഹൃദയങ്ങളിൽ താമസിക്കുകയാണെന്ന് അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. അവർക്ക് ജീവിച്ചാൽ മതി, പേടിച്ച് ഹമാസിനെ പിന്തുണയ്ക്കുകയാണ്. സാധാരണ സ്വസ്ഥമായ ജീവിതം ആഗ്രഹിക്കാത്ത മനുഷ്യരൊന്നും യുദ്ധം എന്നും തീമഴ, എന്നും മരണം, എന്നും. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, നമ്മൾ വെസ്റ്റ് ബാങ്കിൽ ഈ ആക്രമണത്തിലെ ഗർഭിണി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ താഴെ വന്ന് കമന്റിടാൻ 24 മണിക്കൂറും ബോംബിങ്ങും യുദ്ധവും നടക്കുക. അതിനിടയ്ക്ക് എങ്ങനെയാണ് ഈ കൊച്ചുണ്ടാകുന്നത്? ഒരു ക്രൂരമായൊരു തമാശയാണ്. എന്നാൽ പോലും ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം. യുദ്ധം ഇതിനിടയ്ക്ക് മനുഷ്യന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാർ പലസ്തീനികളിലുണ്ട്. അപ്പോൾ അവർക്ക് ഒരു അവരുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ജോർദാൻ രാജാവ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ലോകമെമ്പാടുമുള്ള ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് എപ്പോഴും മുസ്ലിങ്ങൾക്കിടയിലുള്ള അന്തഛിദ്രം പരസ്പരം ഏറ്റുമുട്ടും. അത് തന്നെയാണ് ഈ ജോർദാൻ രാജാവും പറഞ്ഞത്. അപ്പോൾ ജോർദാൻ രാജാവ് അതുകൂടാതെ മറ്റൊന്നുകൂടെ പറഞ്ഞു. അതായത് ജോർദാൻ സ്വീകരിക്കാൻ തയ്യാറായി ചർച്ച കഴിഞ്ഞപ്പോൾ ജോർദാൻ രാജാവ് മാധ്യമങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ട്രംപിനോട് പറഞ്ഞു 2000 കുഞ്ഞുങ്ങളെ സ്വീകരിക്കാം ഞങ്ങൾ ആദ്യം. 2000 കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് സ്വീകരിക്കുമോ? അങ്ങനെ പറ്റില്ല. കുഞ്ഞുങ്ങളുടെ കൂടെ രക്ഷിതാക്കളുണ്ടാവും. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ട്രംപിൻ്റെ മറുപടി വന്നു കഴിഞ്ഞു, ഇറ്റ്സ് എ പോസിറ്റീവ് ജസ്റ്റർ, അനുകൂലമായ ഒരു നിലപാടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ അതിന് 2000 കുട്ടികളും അവരുടെ പേരൻസും വരട്ടെ, ബാക്കി പിന്നാലെ നടക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഈജിപ്തിനും ജോർദാനും അമേരിക്കയുടെ ധനസഹായമില്ലാതെ, സൈനിക സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഈജിപ്തിനെ ഇത്തവണ നോക്കൂ, ട്രംപ് വന്നതിന് ശേഷം എല്ലാ USAID ഉൾപ്പെടെ വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും കട്ട് ചെയ്തിട്ട് പേരെടുത്തു പറഞ്ഞ് 2 രാജ്യങ്ങൾക്കുള്ള ധനസഹായ പദ്ധതി തുടരുമെന്ന് പറഞ്ഞു. അത് ഒന്ന് ഇസ്രയേലും ഒന്ന് ഈജിപ്തുമാണ്. ഇസ്രയേലും ഈജിപ്തും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഇവർ പണ്ടേ ശത്രുക്കളായിരുന്ന സമയത്ത് ഇവർക്കിടയിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി ഇനി യുദ്ധം ചെയ്യരുത്. ഇപ്പോൾ എങ്ങനെയാണോ ഏതൊക്കെ ഭൂമി, ഈജിപ്തിന് കുറേ ഭൂമി ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് യുദ്ധത്തിന് ശേഷം, വെറുതെ കിട്ടിയല്ല. ഇവർ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഓടി വന്ന് സംയുക്തമായി ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ശരീരമാസകലം പൊള്ളി തിരിച്ചോടിയപ്പോഴത്തേക്ക് ഇസ്രായേൽ കയറി പിടിച്ചതാണ്. അതൊക്കെ അങ്ങ് ഇസ്രായേൽ എടുത്തോട്ടെ, കഴിഞ്ഞതെല്ലാം മറക്കുക, ഇവിടെ വെച്ച് പൊറുക്കുക, കിട്ടി കയ്യിലിരിക്കുന്നത് ഇരിക്കട്ടെ, ഇവിടെ വെച്ച് സമാധാനം എന്ന് പറഞ്ഞൊരു എഗ്രിമെൻറ്റ് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുകയും ആ എഗ്രിമെൻറ്റിന് ഈജിപ്ത് സമ്മതിച്ചതിന് പ്രത്യുപകാരമായി ഓരോ വർഷവും ബില്യൺ കണക്കിന് ഡോളറുകൾ അമേരിക്ക എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുക. വർഷങ്ങളായിട്ട് 48 മുതൽ ഉള്ള ഒരു വ്യവസ്ഥയാണ്. 48 മുതൽ തുടരുന്ന ഒരു കരാറാണ്. അമേരിക്കൻ പ്രസിഡന്റ് രാജ്യമെന്ന നിലയിൽ അമേരിക്ക ഈജിപ്തുമായി ഉണ്ടാക്കിയ കരാറാണ്. ആ കരാറ് വേണ്ടി വന്നാൽ റദ്ദാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഇതുവരെ എടുക്കുന്ന തീരുമാനങ്ങൾ നോക്കൂ, ആർക്കും അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഭരണഘടനാ വ്യവസ്ഥയാണ് ബൈ ബർത്ത് അമേരിക്കയിൽ ജനിക്കുന്ന വിദേശികൾക്ക് പൗരത്വം കിട്ടുന്നത്. അതുവരെ എക്സിക്യൂട്ടീവ് ഓർഡർ വഴി റദ്ദാക്കി ട്രംപ്. അപ്പോൾ ഭരണഘടനയിലെ വ്യവസ്ഥ പോലും എക്സിക്യൂട്ടീവ് ഓർഡർ വഴി റദ്ദാക്കാനുള്ള ഒരു തൻ്റെ ഇടം കാണിക്കുന്ന ആളാണ് ട്രംപ്. അത് ചില കോടതികളൊക്കെ സ്റ്റേ ചെയ്തു എന്നത് വേറെ കാര്യം. ഏതായാലും അത്തരം പ്രഖ്യാപിത നയങ്ങൾക്ക് വേണ്ടി എന്തു വിട്ടുവീഴ്ചയില്ലാതെ നിലപാടെടുക്കുന്ന ആളാണ് ട്രംപ്. അപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ ഇതൊക്കെ ചെയ്യും, ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ എന്ന തരത്തിലുള്ള ഒരു ഉഗ്രമൂർത്തിയുടെ ഭാവത്തിൽ നിൽക്കുകയാണ് ട്രംപ്. ആ ട്രംപാണ് പറയുന്നത് നിങ്ങൾക്കുള്ള ധനസഹായം നിർത്തുമെന്ന് പറഞ്ഞാൽ ഈജിപ്ത്, ജോർദാനൊക്കെ സാമ്പത്തികമായോ അല്ലാതെ പ്രതിസന്ധിയിലാവും. ഏതായാലും ജോർദാൻ രാജാവ് സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങൾ സുരക്ഷാ ഭീഷണി മാത്രമേ ഉള്ളൂ, അതിനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പലസ്തീനികളെ ഞങ്ങൾ സ്വീകരിക്കും. ആദ്യഘട്ടമെന്ന നിലയിൽ 2000 കുട്ടികളെ
സ്വീകരിക്കാം. 2000 കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസ് ഉൾപ്പെടെ 10,000-ഓളം ആളുകളെ ഇപ്പോൾ സ്വീകരിക്കാമെന്ന് ജോർദാൻ സമ്മതിച്ചിരിക്കുന്നു. ഇനി ഈജിപ്തിൻ്റെ ടേടാണ്. സമ്മതിച്ച് തുടങ്ങി ആളുകളെ മാറ്റി തുടങ്ങിയാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? പെർമനൻ്റ് ആയിട്ട് അവിടെ ഒരു പാത്രത്തിൽ ഒരു ചെറിയ തുളയുണ്ടാക്കി വെള്ളം ചോർന്നു പോയി തുടങ്ങിയാൽ പിന്നീട് എന്താ സംഭവിക്കുക? മുഴുവനും ചോർന്നു പോകും. അപ്പോൾ പലസ്തീനികൾക്ക് ഗസയിൽ നിന്ന് പോകാനുള്ള സമയമായിരിക്കുന്നു. ഒരു മണിയടി ഒച്ച മാത്രം മതി. ഗസ എന്നേക്കുമായി പലസ്തീനികൾക്ക് നഷ്ടപ്പെടുകയാണ്. ഇവിടെ കരയേണ്ടവർക്ക് ഇനി ഉറക്കെ 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 കരയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.